ഇതിൽ ഒരുപാട് ട്രാക്സ് ഉണ്ട്, പക്ഷെ മെയിൻ കോർ ട്രാക്ക് നമ്മൾ പിന്നെയാണ് അറിയുന്നത്. അപ്പോൾ അത് തന്നെ ഒരു കഥ, ഭയങ്കര ഒരു അത് ഉള്ളിൽ തന്നെ ഒരു സിനിമ കിടക്കുന്നു. ഞാൻ പെട്ടെന്ന് യെസ് എന്ന് പറഞ്ഞത് ഷർട്ടും മുണ്ടെടുക്കുന്ന ഒരു മലയാളി ക്യാരക്ടറാണ്. ഇതുവരെ അത്രയും ഇതായിട്ട് ചെയ്തിട്ടില്ല, ഒരു യഥാർത്ഥ മലയാളിയായിട്ട് ഒന്നും ചെയ്തിട്ടേ ഇല്ല. ഇതുപോലത്തെ ഒരു ഡയറക്ടർ നമുക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. ഈ വെബ് സീരീസിന് ഫാൻ ഫോളോയിങ് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ ഒരു ഫോളോയിങ് ഉണ്ടാവും എന്തായാലും. ഇതൊരു ബിഞ്ച് വാച്ച് വർത്തി വെബ് സീരീസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജസ്റ്റ് സീറ്റാണ്. ചില സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഷോക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് എങ്ങനെ ഏത് രീതിയിലാണ് അതിൽ ക്രൈം നടക്കുന്നതൊക്കെ. ദറ്റ് ലൈൻ ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ദറ്റ് റിയൽ ആൻഡ് റിയൽ ബ്ലേഴ്സ്, അത് കുറിച്ചിരിക്കുന്ന വട്ടം പെട്ടെന്ന് ബ്ലേഡും, എന്നിട്ട് അതിൻ്റെ ലോകത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇറ്റ് ഫീൽ വെരി റിയൽ. അത് എഴുതൊരു ഒരു പ്രോജക്റ്റ് വിജയിക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. CPX ടോക്കിൽ ഇന്ന് കൂടെ ഉള്ളത് അശ്വിൻ കുമാറാണ്. അശ്വിൻ, വെൽക്കം ടു സിനിമ ഭ്രാന്തൻ. താങ്ക് യു. സോ ഏറ്റവും പുതിയ വിശേഷം 1000 Babies ആണ്. അതിലൊരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. സോ 1000 Babiesന്റെ വിശേഷങ്ങൾ അശ്വിൻ താൻ പറഞ്ഞു തുടങ്ങിക്കോളൂ. എങ്ങനെയാണ് ഈ ക്യാരക്ടർ വന്നത് ആൻഡ് റെസ്പോൺസും? നജീം കോയ സാറാണ് എന്നെ അപ്രോച്ച് ചെയ്തത്. അതിന് മുമ്പ് നമ്മുടെ ഷബീർ എന്ന് പറയുന്ന നല്ല ഒരു പരിചയമുള്ളൊരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് ഓഗസ്റ്റ് സിനിമാസിൻ്റെ. നമ്മൾ ഓൾറെഡി ചില വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഡിസ്നി ഹോട്ട്സ്റ്റാർ പ്ലസിൻ്റെ ഒരു വെബ് സീരീസ് ഉണ്ട്, ചെയ്യുമെന്ന്. ചെയ്യും, എന്താണ് സംസാരിക്കാൻ നമുക്കെന്നൊക്കെ. ആ ഒരു നറേഷൻ ഞാൻ മറക്കില്ല. ഭയങ്കര ഒരു അതായത് ഇതിൽ ഒരുപാട് ട്രാക്സ് ഉണ്ട്, പക്ഷെ മെയിൻ കോർ ട്രാക്ക് നമ്മൾ പിന്നെയാണ് അറിയുന്നത്. എനിക്കാദ്യം എൻ്റെ ട്രാക്കിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അത് തന്നെ ഒരു കഥ, ഭയങ്കര ഒരു അത് ഉള്ളിൽ തന്നെ ഒരു സിനിമ കിടപ്പുണ്ട്. അതെ, റൈറ്ററും ആക്ട്രസും ആയ കപ്പിൾ സഞ്ജീവ് കൃഷ്ണനും ആൻസിയും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് മെയിൻലി ഞാൻ പെട്ടെന്ന് യെസ് എന്ന് പറഞ്ഞത് ഷർട്ടും മുണ്ടെടുക്കുന്ന ഒരു മലയാളി ക്യാരക്ടറാണ്. അപ്പോൾ ഇതുവരെ അത്രയും ഇതായിട്ട് ചെയ്തിട്ടില്ല, ഒരു യഥാർത്ഥ മലയാളിയായിട്ട് ഒന്നും ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഇത് നമ്മൾ ഒരു ഡെയിലി കാണുന്ന ഒരു ക്യാരക്ടർ പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. സാറിൻ്റെ നറേഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ എൻ്റെ ട്രാക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പുറത്ത് എത്രയോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നീട് അറിയുന്നത് ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ഇതിൻ്റെ ശരിക്കുള്ള കഥ എന്താണ്, അവിടെ നിന്നാണ് ഈ കേസുകളൊക്കെ എങ്ങനെ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ക്രൈം തന്നെ ഐ തിങ്ക് എല്ലാവരും സിനിമയുടെ മറ്റേ ഈ വെബ് സീരീസിൻ്റെ ഷൂട്ടിൻ്റെ സമയത്തോ പ്രീ പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ ഷൂട്ടിലോ ആർട്ടിസ്റ്റുകളായാലും ആര് ഇത് ഈ ത്രെഡ് കേട്ടാലും അങ്ങനെ പോസായി പോകും. നോ പറയാൻ പറ്റാത്തൊരു സ്റ്റേജ് ആകുമല്ലേ? അതെ, പിന്നെ അത് ആ ക്രൈമിൻ്റെ ഒരു ഭീകരം ഒന്ന് നോക്ക്, ഹൗ എക്സ്ട്രീം ഇറ്റ് ഇസ്. അപ്പോൾ അത് ആലോചിക്കാൻ തന്നെ വയ്യാണ്. ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞിരുന്നു മറ്റവരുടെ റിയാക്ഷനൊക്കെ എങ്ങനെയായിരുന്നു ഇത് പറഞ്ഞപ്പോൾ, ഇതിൻ്റെ കോർ പറഞ്ഞപ്പോൾ ത്രെഡ്. അപ്പോൾ പുള്ളി ഓരോരോ കഥകളൊക്കെ പറയും. ഇപ്പോൾ നീനാജിയുടെ കാര്യമൊക്കെ ഈ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു നേഴ്സാണ്, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്, അപ്പോൾ ഇത് നടത്തിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് കഥ അവിടുന്ന് തുടർന്നത്. മാമിനും ഭയങ്കരമായിട്ട് അത് ഇമ്പാക്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആരത് കേട്ടാലും കുറച്ച് അങ്ങനെ ഇളകിപ്പോകും. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഐ റിയലി വിഷ് ഐ ഗെറ്റ് എ ഡയറക്ടർ ലൈക്ക് നജീം സർ over and over again. If I get to work with them again and again, more than happy. പക്ഷേ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ, ഇതുപോലത്തെ ഒരു ഡയറക്ടർ നമുക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ ഐ തിങ്ക് ഞാൻ രക്ഷപ്പെടും. ഇപ്പോൾ ഓൾറെഡി രക്ഷപ്പെട്ടിട്ടിരിക്കുകയാണല്ലോ. നല്ല നല്ല മലയാളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം നമുക്ക് പറയാൻ പറ്റുന്നതും അത്രയും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. ഇതിലും എനിക്ക് ഇപ്പം അശ്വിൻ പല ഇൻ്റർവ്യൂസിലായിട്ട് പറയാറുള്ളതാണ് മലയാള സിനിമയാണ് വളർത്തിയത് എന്നൊക്കെ ആയിട്ട്. ഇപ്പം മലയാളത്തിൽ നിന്നും ഒരു ഓഫർ വന്നപ്പോൾ ഇപ്പം ഈ പറഞ്ഞു മലയാള തനിമ വരുന്ന പോലത്തെ ഒരു ക്യാരക്ടർ വന്നതുകൊണ്ടും അതും ഒരു റീസൺ ആയിട്ട് വെച്ച് ഇത് ചെയ്തു എന്നൊക്കെ. പിന്നെ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നജീം കയ്ക്ക് നന്നായി അറിയായിരുന്നു എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് ചെയ്യിക്കാം. അശ്വിനി ഇതുവരെ ഒരിക്കലും ഇങ്ങനെ കാണാത്ത ഒരു രൂപത്തിലാണ് ഞാൻ കൊണ്ടുവരുന്നത്.
ആരും ഇങ്ങനെ അശ്വിനെ ഇങ്ങനെ കണ്ടിട്ടില്ല, ഷുവറാണ്, ഇത് ഉറപ്പാണ്, എന്തായാലും ഉറപ്പാണ്. ഇത് നിങ്ങൾ കാണാൻ പോകുന്ന ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ ഒരു ആളോ ആ ഹൈറ്റും വെയിറ്റും ഉള്ളൊരു ഗംഭീരമായിട്ടുള്ളൊരു മനുഷ്യനല്ല ഇവിടെ, ഇത് വേറൊരു ക്യാരക്ടറാണ്. അപ്പോൾ സന്തോഷം, ഭയങ്കര സന്തോഷം. ഈ കണ്ടിട്ടുള്ള റെസ്പോൺസസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി റെസ്പോൺസാണ് ശരിക്കും. വെബ് സീരീസിന് തന്നെ, ഈ വെബ് സീരീസിന് ഫാൻ ഫോളോയിങ് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ ഒരു ഫോളോയിങ് ഉണ്ടാവും എന്തായാലും. ഇതൊരു ബിഞ്ച് വാച്ച് വർത്തി വെബ് സീരീസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ എന്നൊക്കെ ആ ഒരു റിവ്യൂ അവർ ഇട്ടിരുന്നു. സംതിങ് വെരി സർപ്രൈസിങ്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് സർപ്രൈസിങ് ഫ്രം മലയാളം, ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഇറ്റ് ഇസ് ലൈക്ക് ജസ്റ്റ് അനദർ ഫോളോ ഓർ ആഡ് ഓൺ ടു ദ നമ്മളുള്ള ലിസ്റ്റല്ലേ. ഒരുപാട് സിനിമകളുണ്ട്, ഇന്ത്യ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന ചില സിനിമകളുണ്ട്. കാരണം നമ്മുടെ സിനിമ അങ്ങനെ ആയിപ്പോയി. മലയാള സിനിമ ഇപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്, ബോളിവുഡിൽ എല്ലാവരും കാണുന്നുണ്ട്. ഫാഫോയ്ക്കാടൊക്കെ എത്രയോ ഫാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ റീച്ച്, ഈ സൗത്ത് റീജിയനിൻ്റെ ഒരു റീച്ച് എന്ന് വെച്ചാൽ വേറെ ലെവലിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓഡിയൻസും അങ്ങനെ കുറച്ച് എക്സ്പാൻഡഡ് ആയിട്ട് തന്നെ കാണുമെന്നാണ് എൻ്റെ ഒരു ലാർജർ ഓഡിയൻസിനെ കവർ ചെയ്യുന്ന ഒരു ഇതാണ്. പിന്നെ ഇതിൻ്റെ മേക്കിംഗ്, ഇഫ് യു ലുക്ക് അറ്റ് ദ മേക്കിംഗ് ആൻഡ് ഓൾ, ഇറ്റ്സ് ലൈക്ക് നമ്മുടെ 5 ആണ് ക്യാമറ. ആൻഡ് അതുപോലെ സ്കോർ സൂപ്പറായിരുന്നു. ശങ്കർ ശർമ്മ എന്ന് പറയുന്ന ഒരാൾ. പിന്നെ അങ്ങനെ ഒരുപാട്, അതായത് കോസ്റ്റ്യൂമായാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവരുടെ ബെസ്റ്റ് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരുടെ ബെസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒരുമിച്ച് നമുക്കൊരു ഇതുപോലത്തെ ഒരു നീറ്റ് ഔട്ട് അല്ലാതെ വേറെ ഒന്നും കാണാൻ കഴിയില്ല. ഇതുപോലത്തെ ഒരു നല്ല പ്രോജക്റ്റായി തന്നെ ഒരു ഇൻ്റർനാഷണൽ ലുക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഇൻ്റർനാഷണൽ ലെവലിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ട്രാക്ക് മാത്രമല്ലേ നമുക്കറിയുള്ളൂ. അപ്പോൾ അതല്ലാതെ നമ്മൾ കാണാത്ത ഒരുപാടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാനൊരു ഓഡിയൻസ് തന്നെയാണ്. ആ ഒരു ട്രാക്കിലും ഒരു എപ്പിസോഡിലും മാത്രമാണ് കുറച്ച് കൂടുതൽ ഞാൻ ആ കഥയിലും ആ ക്യാരക്ടറിൽ കുറച്ച് നമ്മൾ ഇൻവോൾവ് ആവുന്നേ ഉള്ളൂ. പക്ഷെ അതല്ലാതെ ഞാനും ഓഡിയൻസാണ്. ഞാനിപ്പോൾ സീരീസ് കാണുമ്പോഴാണ് എനിക്ക് മൊത്തത്തിൽ ഒരു ടോട്ടാലിറ്റി അറിയുന്നത്. അപ്പോൾ 7 എപ്പിസോഡ്സും കണ്ടു കഴിഞ്ഞോ? അല്ല, ബിഞ്ച് വാച്ച് ചെയ്യായിരുന്നോ? പിന്നെ വെറുതെ ചുമ്മാ തന്നെ നമ്മൾ ഫിലിം ബഫ്സാണ്, ഒറ്റയിരിപ്പില്ല നമ്മളത് തീർക്കുള്ളൂ. പക്ഷെ ഇത് പിന്നെ നമ്മുടെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. അപ്പോൾ അതിന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, സംശയമില്ല, ഒരു സംശയം. പലരും കണ്ടോണ്ടിരിക്കുന്നുള്ളല്ലോ ഒരു എപ്പിസോഡ്. പക്ഷെ എനിക്കൊന്ന് ഇത് ഇങ്ങനത്തെ ഒരു ജോണർ ആവുമ്പോൾ തന്നെ ബിഞ്ച് വാച്ച് ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ ഒരു കൊതി തോന്നും നമുക്ക്. അടുത്തടുത്ത് എന്താണ് എഡ്ജ് ഓഫ് ദ സീറ്റാണ്. ചില സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഷോക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് എങ്ങനെ ഏത് രീതിയിലാണ് അതിൽ നമ്മുടെ മെയിൻ ക്രൈം നടക്കുന്നതൊക്കെ, എന്തിനാണ് നടക്കുന്നത്. പിന്നെ അതിൻ്റെ കോർ ഞാൻ പറഞ്ഞ പോലെ ഒരു ഭീകര ക്രൈം തന്നെയാണ് അത്. അപ്പോൾ അതുപോലത്തെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കോൺസിക്വൻസസും പിന്നെ അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പേടിച്ചു പോകും സത്യം പറഞ്ഞാൽ. ഭയങ്കരമായിട്ട് കുറച്ച് ഏതോ ഹോസ്പിറ്റലിൽ കയറിയാലും ചിലപ്പം നമുക്കൊരു ചെറുതായിട്ട് പേടി തോന്നും. ഉൾഭയമെങ്കിലും ഇത് എത്ര നമ്മൾ കൽപ്പനയും നമ്മൾ ഫിക്ഷനൊക്കെ പറഞ്ഞാലും അവസാനം നമ്മൾ ബിഞ്ച് വാച്ച് ചെയ്യുമ്പോൾ ഇൻവോൾവ് ആകുമ്പോൾ പിന്നെ that line between reality and that real and real blurs. അത് കുറിച്ചിരിക്കുന്ന വട്ടം പെട്ടെന്ന് ബ്ലേഡാവും. എന്നിട്ട് അതിൻ്റെ ലോകത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇറ്റ് വിൽ ഫീൽ വെരി റിയൽ. അതിനു വേണ്ടിയുള്ള ചിൽ മൊമെൻറ്റ്സ്, അതിനു വേണ്ടിയുള്ള എല്ലാ മൊമെൻറ്റ്സും, ഗ്രിപ്പിംഗ് മൊമെൻറ്റ്സ് ഒക്കെ അതിലുണ്ട്. ഇനി എന്ത് സംഭവിക്കും, എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഒരു കാര്യം നടന്നു, ഓക്കെ, അറിഞ്ഞു, ഇനി അതിൻ്റെ പുറകിൽ എങ്ങനെയാണ് ഇത്, ഒരു സൈഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ആയാലും മറ്റൊരു സൈഡിൽ കില്ലിങ്സ് നടക്കുകയാണ്. അപ്പോൾ വളരെ നീറ്റാണ്. എനിക്ക് ദുബായിൽ നിന്ന് 2 സുഹൃത്തുക്കൾ മെസ്സേജ് ചെയ്തിരുന്നു, എന്നുവെച്ചാൽ പൊളി തൻ്റെ ക്യാരക്ടർ മാത്രമല്ല വെബ് സീരീസ് തന്നെ. അതേണ്ടതൊരു ഒരു പ്രോജക്റ്റ് വിജയിക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ബെസ്റ്റ് അങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ മറിച്ച് നമ്മൾ ജീവിക്കുകയാണ് ആ ക്യാരക്ടർ എന്ന് വെച്ചാലും ആ പ്രോജക്റ്റ് വർക്കാണ്. ആ പ്രോജക്റ്റ് വർക്ക് ചെയ്യില്ലെങ്കിൽ, അപ്പോൾ ഇത് 100% വർക്കാണെന്നാണ് നമ്മുടെ ടീമിൻ്റെ വിശ്വാസം.
ഇത് ഏകദേശം ഒരു വർഷം മുന്നേ തന്നെ ഷൂട്ട് കഴിഞ്ഞതായിരുന്നല്ലോ ഇതിന്റെ. എന്നിട്ട് പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടി മാത്രം ഒരുപാട് നല്ല ടൈം കുറച്ച് എടുത്തിട്ടുണ്ട്. പാച്ചൊക്കെ ഉണ്ടായിരുന്നു മാർച്ചിലൊക്കെ, പക്ഷെ അപ്പോഴത്തേക്കും കഴിഞ്ഞു. ആക്ച്വലി എല്ലാം സോർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അതെ, ഈ സമയത്തെല്ലാം ക്രൂ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻസ് ഒക്കെ നടക്കും, അവരോട് ത്രോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തായി എന്നൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റി. കഥ ഉണ്ടാവില്ല. പിന്നെ ഇത് നമ്മുടെ വീട്ടുകാർ പോലെയാണ് നമ്മുടെ ഈ ടീം. നജീംക്ക ഉൾപ്പെടെ ഭയങ്കര ഒരു ഫാമിലി മാൻ ടൈപ്പാണ്, ഒരു ഫാമിലി ടൈപ്പാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു ആ സെറ്റിലുണ്ടാവാൻ തന്നെ. നമ്മൾ വേറെ വർക്കോ വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ വെറുതെ അവിടെ ഇരുന്നിട്ട് തമാശകളിയൊക്കെ സംസാരിച്ച് ഭയങ്കര വൈബായിരുന്നു. എനിക്കറിയുന്നവരെ എനിക്ക് യാതൊരു ഈഗോ ഇതോ ഒന്നും ഫീൽ ചെയ്തില്ല. എവിടെയും എല്ലാവരും അടിപൊളിയാണ്, നല്ല വൈബായിരുന്നു. മച്ചാൻ നജീമൊക്കെ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമാണ്, നീന ഗുപ്ത മാം പുറത്തൊരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞിരുന്നത് അവിടുത്തെ കോസ്റ്റ്യൂം അസിസ്റ്റന്റ് മാമിന് അത്ര അധികം നിന്ന് അവർ ഭയങ്കര പ്രൊഫഷണലിസം, ആ കോസ്റ്റ്യൂം അസിസ്റ്റന്റ് പേര് ഉൾപ്പെടെ അബി ആണെന്ന് എനിക്ക് തോന്നുന്നു, പേര് ഉൾപ്പെടെ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. മാമിന്റെ ആ ചൂടത്ത് തന്നെ വീണ്ടും ആ ജാക്കറ്റ് ഇടുക ആൻഡ് സ്മോക്ക് ഒക്കെ, മാമിന്റെ പോർഷനിൽ ആ സ്മോക്ക് ഒക്കെ ഫില്ല് ചെയ്യുന്നതും അങ്ങനത്തെ ആ ക്രൂ എല്ലാം അത്രയും പ്രൊഫഷണലിസവും ആൻഡ് ആ ഒരു ഫാമിലി മോർ ദാൻ പ്രൊഫഷണലിസത്തിനെക്കാളും എനിക്ക് പറയേണ്ടത് ഐ തിങ്ക് വെരി പാഷനേറ്റ്, ഭയങ്കര പാഷനേറ്റ് ടീമാണ്. പ്രൊഫഷണലായിട്ട് ഒരു ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടോക്കോൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ആ ക്രിയേറ്റിവിറ്റിയും മെൻ്റലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ സോൾ ഹാസ് ടു ബി ദയർ ഇൻ ദറ്റ് വർക്ക്. എന്നാൽ മാത്രമേ നമുക്ക് പ്രൊഫഷണലിസമിൻ്റെ കാര്യം വരും. കാരണം പാഷൻ ഇല്ലാതെ വരും പ്രൊഫഷണലിസം വിൽ നോട്ട് ഹാവ് എ ലൈഫ് ഇൻ ദാറ്റ്. അപ്പോൾ അങ്ങനെ ഇറ്റ്സ് ലൈക്ക് I think the whole team was very passionate to make sure that our continuity maintain ചെയ്യുന്നതും ആർട്ടിസ്റ്റിനെ കംഫർട്ടബിൾ ആയിട്ട് വെക്കുന്നതും യാതൊരു കുറവുമില്ല. In the point, this is the kind of set I want to get to every time I want to work. ആസ് ആൻ ആക്ടർ അശ്വിൻ്റെ ഒരു പ്രൊഫഷണലിസം, ആ ഒരു പാഷൻ ആൻഡ് പ്രൊഫഷണലിസം ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ പറയും? അത് മറ്റവർക്ക് അത് ചോദിക്കണം. മറ്റവരുടെ അടുത്ത് ചോദിക്കുമ്പോഴാണ് അറിയുന്നത് നമ്മളെ കുറിച്ച്, ഞാൻ എന്നെ കുറിച്ച് എന്ത് പാഷനേറ്റ് ആണ്. അതിൽ യാതൊരു സംശയമില്ല. എത്ര പ്രൊഫഷണലിസം ആണെന്ന് ഞാൻ പറയില്ല, എത്ര പ്രൊഫഷണൽ ആണെന്ന്. കാരണം നമ്മളെ കൊണ്ട് ഈ ചിലപ്പം വൈകുന്നത് അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക പേഴ്സണൽ ഇഷ്യൂസോ അല്ലെങ്കിൽ പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്സും കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ എടുത്ത് മാറ്റുന്നത്, വേറെ വഴിയില്ലാതെ ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ ഒരു പ്രൊഫഷണൽ കാര്യത്തിൽ ആസ് എ ആക്ടർ വാട്ട് ഐ ഡു ഓൺ ക്യാമറ I know is 100% from my side, maybe at least 90%. Say 10% always buffer, but I'm very, very passionate. അല്ലെങ്കിൽ I don't think I would have withstood for so long. ഇത്രയും നാളും ഞാൻ എന്നത് ഇവിടെ കുറച്ച് പാഷൻ കൊണ്ടാണ്. ഓരോ സിനിമയിലെയും ഓരോ കഥാപാത്രവും കണ്ടു കഴിയുമ്പോൾ തോന്നിയിട്ടുണ്ടോ കുറച്ചുകൂടെ ഹോംവർക്ക് ചെയ്യാറുന്നല്ല, ക്യാരക്ടർ കുറച്ചുകൂടെ അഡാപ്റ്റ് ചെയ്യാറുണ്ട്? അതാ പറഞ്ഞ 10%. ആ 10% എന്തായാലും വോയിഡ് ആയിരിക്കും. കാരണം നമ്മൾ അങ്ങനെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു ഞാൻ പൊളിച്ചല്ലടാ, അതല്ല, അത് ഒരിക്കലും അല്ല. കാരണം നമ്മൾ ഓരോരോ സിനിമയിലും നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ മരിക്കുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒബ്വിയസ്ലി സി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സ്കോപ്പ് ഇപ്പോൾ കോപ്പാവേണ്ടി വരുന്നതാണ്.